നമ്മൾ പോകുന്നത് PM ശ്രീ പദ്ധതി. അടുത്തിടെ വലിയ ചർച്ചയായതാണ് ഈ PM ശ്രീ പദ്ധതി. ആ PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ ഉപസമിതിയുടെ ആദ്യ യോഗം നാളെ ചേരും എന്നതാണ്. നാളെ വൈകിട്ട് 4 മണിക്കാണ് ഈ യോഗം ചേരുക. 1 മാസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് മേഘന മുരളി ചേരുന്നു. മേഘന മുരളി, നാളെ ഈ മന്ത്രിസഭാ ഉപസമിതിയുടെ ആദ്യ യോഗം ചേരുകയാണ്. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ മേഘന? ദിലീപ് കുമാർ, PM ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കാമെന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് സർക്കാർ. അതിൽ കഴിഞ്ഞ ഇടതു സർക്കാരിന്റെ അതേ മാതൃകയിൽ മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിക്കുന്നു. അത് ഉപസമിതി പ്രശ്നങ്ങൾ പഠിച്ച് 1 മാസത്തിനകം സർക്കാരിന് റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുള്ളത്. വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ കൺവീനറായിട്ടുള്ള, അതുപോലെ തന്നെ റോജി M ജോൺ, അതുപോലെ തന്നെ M ലിജു, PC വിഷ്ണുനാഥ് എന്നിവരാണ് ഈ സമിതിയിലെ അംഗങ്ങൾ. ആ സമിതിയുടെ ആദ്യ യോഗമാണ് നാളെ 4 മണിക്ക് ചേരാൻ പോകുന്നത്. നിയമസഭാ സമ്മേളനത്തിന് ശേഷം യോഗം ചേരുമെന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. സമിതി പഠിക്കാൻ പോവുകയും ചെയ്യുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം അടക്കമുള്ള പ്രശ്നങ്ങൾ സംസ്ഥാനത്തെ ബാധിക്കാതെ എങ്ങനെ ഈ പദ്ധതി നടപ്പിലാക്കാൻ കഴിയും, അതുപോലെ തന്നെ സ്കൂളുകളുടെ തിരഞ്ഞെടുപ്പ്, സിലബസ് തയ്യാറാക്കൽ, സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ നിലനിർത്തുക എന്നീ കാര്യങ്ങളിലൊക്കെ സമിതി പഠന റിപ്പോർട്ട് തയ്യാറാക്കും. അതിനുശേഷമായിരിക്കും ഏത് തരത്തിൽ ഈ ഒരു PM ശ്രീ നടപ്പിലാക്കണമെന്നുള്ള കാര്യത്തിൽ സർക്കാർ ഒരു അന്തിമ തീരുമാനമെടുക്കുക എന്നുള്ളതാണ്. ഈ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ടി വരും. കാരണം കഴിഞ്ഞ സർക്കാർ അത് ഒപ്പിട്ടതാണ്, ഫണ്ടടക്കം ലഭിച്ചതാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പിന്മാറാൻ കഴിയില്ല. ഒരു സർക്കാരിന്റെ തുടർച്ചയായാണ് മറ്റൊരു സർക്കാരും കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ് ഭരണപക്ഷം UDF സർക്കാർ അതിനെ പറയുകയും ചെയ്യുന്നത്. എന്നാൽ വലിയ പ്രതിപക്ഷ പ്രതിഷേധമുണ്ട്. അതുപോലെ തന്നെ ആ പദ്ധതി മരവിപ്പിച്ചതാണ്. പിന്നെ എന്തിനാണ് UDF സർക്കാർ ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളും പ്രതിപക്ഷം ചോദിക്കുന്നു. എന്നാൽ ഈ ഒരു പഠന സമിതി റിപ്പോർട്ടിന് ശേഷം തുടർ തീരുമാനമെടുക്കാനാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും മന്ത്രിസഭാ ഉപസമിതിയുടെ ആദ്യ യോഗമാണ് നാളെ തിരുവനന്തപുരത്ത് നടക്കുക. അതിൽ കൂടുതൽ തീരുമാനങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭാ ഉപസമിതിയുടെ ആദ്യ യോഗം നാളെ വൈകിട്ട് 4 മണിക്ക് തിരുവനന്തപുരത്ത് ചേരും. വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന് മേഘന മുരളി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.